ഈ കണ്ടന്റ് ക്രിയേഷൻ കഴിഞ്ഞ് അബീനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പുതിയൊരു പരിപാടി തുടങ്ങിയല്ലോ, ഈ റീക്രിയേഷൻ വീഡിയോസ്. സോ അതിനെ പറ്റിയിട്ട് എന്താണ്? റീക്രിയേഷനിലാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഇത്ര ഈ കമ്പനി ആവുന്നില്ലേ. ആദ്യത്തെ കിളിയ റീക്രിയേഷൻ അത് അബിയാണ് എന്നെ ആദ്യം വിളിച്ചിരുന്നത്. ഇങ്ങനെ എടുത്തു തരാൻ പറ്റുമോ, ഇങ്ങനൊരു സംഭവം ഉണ്ട്, എടുക്കാൻ വലിയ പ്ലാനിങ് ഒന്നുമില്ല, ചെറുതായിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. ചെന്ന് ഞാൻ അബിക്ക് വേണ്ടി വേറെ വീഡിയോഗ്രാഫറിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു, ഒരു പ്രൊഫഷണൽ വീഡിയോഗ്രാഫറിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് നിന്ന് തൊട്ടത് മഴയായിരുന്നു അവിടെ. അപ്പോൾ ആ വീഡിയോഗ്രാഫർ വണ്ടിക്ക് തീർന്ന് ഉറങ്ങി. അപ്പോൾ പാറു പറഞ്ഞു ഇനി വേറൊരു ദിവസം എനിക്ക് പറ്റൂല, ഇന്ന് എന്നെ എടുത്തേ പറ്റൂ, 2 ക്ലിപ്സ് നമുക്ക് മഴയത്ത് ഇറങ്ങിയെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് വേണ്ടി പാറു ചെന്ന് ആ കട, ആ അപ്പുറത്തുള്ളൊരു ഷോപ്പിൽ നിന്ന്, ആ ചായക്കടയിൽ നിന്ന് അപ്പൂപ്പൻ്റെ നിന്ന് കുടയും വാങ്ങി, ഞാൻ കുടയും വെച്ചിരുന്ന് ഇവർ രണ്ടുപേരും മഴയത്ത് ഇറക്കി അഭിനയിച്ചു. നമ്മൾ സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എത്ര കയറിയത്? 300-400 നല്ല റീച്ച്. ആ ടൈമിൽ നല്ല റീച്ച് ആയിരുന്നു. ആ വീഡിയോയിൽ കൂടെ ആണല്ലോ ഇങ്ങനെ തന്നെ ഒരു സംഭവം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആ ഐഡിയയിലാണ് അബിക്ക് പിന്നെ കോൺഫിഡൻസ് ആയത്. പിന്നെ ഓരോ ഐഡിയ ആയിട്ട് ചെയ്ത് പിന്നെയാണ് നമ്മൾ കൊഞ്ചി അതൊരു 1.5 കയറ്റമായിരുന്നു. അല്ല നമ്മൾ എടുത്തപ്പോൾ പോലും നമുക്ക് ഇത്ര ഇതില്ലായിരുന്നു അല്ലേ. നമ്മള് ഒന്നും വേണം വേണ്ടാതെ എടുക്കണോ വേണോ അങ്ങനെ ഇഞ്ചക്കരി വന്നതിന് ശേഷം നമ്മൾ ഇറങ്ങി ചെളിയും എന്ന് വെച്ചാൽ നമ്മൾ ഇതെല്ലാം അവിടെ ആ സമയത്ത് നല്ല മഴ ചെളിയായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇപ്പുറത്ത് ഞാൻ സേഫായിട്ട് ഇപ്പുറത്ത് നിന്നിട്ട് ഇവർ രണ്ടുപേരെയും ചെളിയിൽ ഇറക്കി നമ്മളെ കണ്ടെത്തി ഇറക്കി അങ്ങ് വിട്ടു. അവരെ കണ്ടെത്തി, ഞാൻ ഷൂ ഇട്ടോണ്ട് ഞാൻ ഈ സൈഡ് എന്നിട്ട് നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മൾ കുറച്ച് ഷോട്ട് മാത്രം ആ ഇതിൽ കാണുന്ന പോലെ വെച്ചിട്ട് ബാക്കി ഷോട്ട് എൻട്രി ഷോട്ടെല്ലാം നമ്മൾ കയ്യിൽ നിന്നാണ് ഇട്ടത്. ആ ഫസ്റ്റത്തെ ചേച്ചി പറഞ്ഞില്ല ഹുക്കെന്ന് പറയുമ്പോൾ ആ ഒരു ആദ്യത്തെ ആ ഒരു ഇത് കൊഞ്ചി പലരും എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് നീ എടുത്തതാണോ എന്നെ തേച്ചിട്ട് പോയി എൻ്റെ കാമയ്ക്ക് വരെ ഇത് അയച്ചു തന്നിട്ട് പറഞ്ഞു, എടാ ഇത് നീ എടുത്തതാണോ. അങ്ങനെ ഒരു പ്രൗഡ്. ആദ്യത്തെ വീഡിയോ കിളിയ ചെയ്തപ്പം വീഡിയോഗ്രാഫറെ കൊണ്ടുവന്നിട്ടൊക്കെയാണ് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ വീഡിയോ പിന്നെ ജയദേവ് ചെയ്തപ്പോഴാണോ ആ കോൺഫിഡൻസ് വന്നത്, സ്വന്തം ചെയ്യാൻ പറ്റും എന്നുള്ളത്? ആദ്യം ഞാൻ അബിയുമായിട്ട് അത്ര ഇതല്ലായിരുന്നു, കമ്പനി അല്ലായിരുന്നു. അപ്പോൾ ഒരാൾ നമ്മളെ വിളിക്കുമ്പം അയാൾക്ക് നന്നായിട്ട് എടുത്തു കൊടുക്കേണ്ട ബാധ്യത നമുക്കാണ്. അപ്പം ഞാൻ എന്താലോചിച്ച് അപ്പം അവനെ കൊണ്ട് ജിമ്പൽ യൂസ് ചെയ്ത് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ടാണ് ഞാൻ ആ പയ്യനെ കൊണ്ടുവന്നതും അവൻ വണ്ടി കിടന്ന് ഉറങ്ങണത്. എല്ലാം ഒരു കോയിൻസിഡൻസ് പോലെ ഞാൻ തന്നെ എടുത്തു. എന്തോ ദൈവം നമ്മൾ എടുത്തു. അത് നമുക്ക് അപ്പം എടുത്തപ്പോൾ കോൺഫിഡൻസ്. അത് കഴിഞ്ഞ് കുറെ റീക്രിയേഷൻ വീഡിയോസ് ആയല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ കൊഞ്ചി പിന്നെ പഞ്ചസാര ഉമ്മയിലോട്ട് ചാടി, അത് വിഷയ വീഡിയോ. അത് ഒരുപാട് സംഭവം ഉണ്ടായി. ആദ്യം നമ്മൾ 5 തെങ്ങ് ഫോർട്ടിലാണ് എടുക്കാൻ നിന്നത്. അവിടെ പോയി 5 തെങ്ങ് ഫോർട്ടി പോയപ്പോൾ അവിടെ പെർമിഷൻ ഇല്ല, എന്തോ പ്രശ്നം നടക്കണമെന്നാ എന്തോ അവിടെ ക്യാമറ ഷൂട്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, നമ്മൾ എടുക്കാൻ പറ്റൂല നിന്നപ്പം മാലാകെ പോലെ 4 വ്യക്തികളൊന്നും അഭിച്ചേട്ടനല്ലേ, ചേട്ടാ കുഴപ്പമില്ല ഇവിടെ നിന്ന് വീഡിയോ എടുക്കാം, നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മളെ സ്ഥലം തന്നെ എന്നാണ്. ആ പയ്യന്മാരാണ് നമ്മൾ അവസാനം വീഡിയോ എടുക്കുക. ഈ വെഡിങ് വർക്ക് പറഞ്ഞ പോലെ അതിന് പേയ്മെന്റ് കിട്ടുന്ന ഒരു സംഭവമാണല്ലോ. അതിൻ്റെ ഇടയിൽ ഇത് കൊണ്ടുപോകാനുള്ള ആ ഒരു ഇല്ല, അത് അബി അത് പറഞ്ഞിട്ടുണ്ട്, വർക്ക് വരുമ്പം ക്യാൻസൽ ചെയ്തിട്ട് വരരുത്, വർക്ക് ഇല്ലാത്ത ദിവസം നമുക്ക് എല്ലാവർക്കും ഓക്കെ ആണ് ദിവസം. പക്ഷെ കണ്ടന്റ് അപ്പോഴും എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ആണല്ലോ, എപ്പോഴും ഇട്ടോണ്ടിരിക്കണം. അതൊരു പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ വെഡിങ് വർക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ ഇപ്പം ഇത് കിട്ടണമെന്നില്ല, സ്ട്രീറ്റ് വീഡിയോഗ്രാഫി. എന്നാൽ ചിലർ സമ്മതിക്കും, ചിലർ അതിന്റെ തിരക്കായിരിക്കും, കല്യാണ തിരക്കായിരിക്കും, പിന്നെ പെണ്ണിന്റെ അനിയത്തിയായിരിക്കും നമ്മൾ എന്ന് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാം കല്യാണം എടുക്കാനും പറ്റൂല, എല്ലാം കല്യാണം എടുക്കാനും പറ്റൂല. അങ്ങനെ ഒരു എങ്ങനെയാണ് അത്? ഇനി അത് ഏതെങ്കിലും ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ അബി വിളിക്കും, നാളെ ഇറങ്ങുന്നുണ്ടോ നീ? ഞാൻ പറയും നാളെ ഇറങ്ങുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. രാവിലെ ആകുമ്പോൾ ഞാൻ പറയും ഞാൻ ഇന്ന് ആവശ്യം വന്നിട്ട് ഞാൻ ഇവിടെ പോകുന്നു അവിടെ പോകുന്നു, അങ്ങനെ അവിടെ ഡ്രോപ്പ് ആവും. അപ്പോൾ അബി തന്നെ ഒരുപാട് വിളിക്കുന്നത്, ഇന്ന ദിവസം വാ, അങ്ങിന്ന് വരും, വീട്ടിൽ നിന്ന് വന്ന് എന്നെ വിളിക്കാൻ വരും, തമ്പാനൂർ ഇറങ്ങും, ഞാൻ തമ്പാനൂരിൽ നിന്ന് എടുത്തുകൊണ്ട് അവിടെ ആയിട്ട് കൊണ്ടുപോകും. ഒരു പ്രശ്നം വരാറുണ്ടോ ഈ വീഡിയോ എടുക്കുമ്പം? അബിയാണല്ലോ വീഡിയോ എടുത്തു തരുന്നത്, അപ്പം അബിനെ ആൾക്കാർ അതൊരു പ്രശ്നമാണ്. പലയിടത്ത് ഞാൻ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയപ്പോഴും ഞാൻ വിചാരിച്ച് എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വന്നത്. ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഡൊണേഷൻ ആണെന്ന് ഉദ്ദേശിച്ച് അവര് പോയി. ആ ചേച്ചി അവനെ കണ്ടിട്ടുണ്ട്. ആ ചേച്ചി പോയിട്ട് ഡാൻസർ എന്ന് പറഞ്ഞ് 2ാമത് വന്ന് ഈ ചെറുക്കന് എന്നോട് സംസാരിക്കില്ല, ഈ പുള്ളി ഞാൻ എവിടെയാ കണ്ടിട്ടുണ്ട്, അത് ഞാൻ വീഡിയോ കട്ടാക്കി ഇടാത്തത്. ഇങ്ങനെ 2-3 സംഭവം എന്തോ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഇവനെ കൊണ്ടുപോകുമ്പോൾ ഈ മാസ്ക് വയ്ക്കണം, അല്ലെ ആ മുടി കെട്ടി പോയി, മുടിയിൽ എല്ലാവരും അറിയാം. ഈ വീട്ടുകാരൊക്കെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞല്ലേ,
അമ്മയ്ക്ക് അമ്മയ്ക്ക് കുഴപ്പമില്ല, അമ്മയ്ക്ക് ഇതൊക്കെ അച്ഛനാണ്. അവര് പണ്ടത്തെ സപ്പോർട്ട് എവിടെ നിന്നാണ് ജയദേവ്? ഒന്ന് അബിയുടെ അടുത്ത്, പിന്നെ അല്ലാണ്ട് സപ്പോർട്ട് ആവശ്യമുണ്ടോ ഇത് ചെയ്യുന്നതിന്? സപ്പോർട്ട് ആവശ്യമുണ്ട്. ആരുടെ സപ്പോർട്ട്? സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കൂടെ ഉള്ളൊരു പ്ലസ് ആണെങ്കിൽ നമുക്ക് ചെയ്യുന്നതെല്ലാം പ്ലസ് ആയിരിക്കും. ഒരാൾ നെഗറ്റീവ് അടിച്ചാൽ, ഒരാളൊന്നൊരു ബാഡ് പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ അതാവും. അപ്പം അബി എല്ലാം ചെയ്തോ അത് ചെയ്ത് ഇവൻ പറയണ പല പിള്ളേരെ ഞാൻ എടുത്തിട്ടില്ല, പിള്ളേരെ എടുക്കില്ല, പേടി. അവർ ഫേസ് കാണുമ്പോൾ എനിക്കൊരു പേടി. സമ്മതിക്കുമോ? ചിലപ്പോൾ നല്ല കാണാൻ നല്ല രസമായിരിക്കും, റൂഡ് ഫേസ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് ചോദിക്കണോ? പിന്നെ അമ്മ സപ്പോർട്ടാണ്, അമ്മയ്ക്ക് കുഴപ്പമില്ല വീഡിയോ എടുക്കുന്നതിന്. ബാക്കി ഫാമിലി മെമ്പേഴ്സിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ അച്ഛൻ എടുത്ത് ഇപ്പം സ്ട്രീറ്റ് വീഡിയോ എടുക്കുമല്ലോ, അപ്പോൾ എടുത്ത് ഫുൾ കണ്ടന്റ് എടുത്തിട്ട് വീട്ടുകാരെ കൊണ്ട് കാണിക്കും. ഞാൻ കാണിക്കും, ഞാൻ യൂട്യൂബ് ചെയ്ത് ടി വിയിലിട്ട് കാണിക്കും, അമ്മയെ കാണിക്കും. അച്ഛൻ്റെ വീഡിയോ ഞാൻ ഫാദേഴ്സ് ഡേക്ക് അച്ഛൻ്റെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലൊരു വീഡിയോ ആയിരുന്നു. അച്ഛൻ എൻ്റെ അച്ഛൻ കടയാണ് അടിക്കുന്നത്, കരിക്ക് വെട്ട്, അത് കരിക്കൊക്കെ ഉണ്ട്. അച്ഛൻ കരിക്ക് വെട്ടുന്ന വീഡിയോ ഞാൻ കാറിൻ്റെ അകത്തിരുന്നെടുത്ത്, അച്ഛൻ കാണില്ല, ഞാൻ കാറിൻ്റെ അകത്തിരുന്നെടുത്ത് അത് സ്ക്രീനിലിട്ടപ്പോൾ അമ്മയ്ക്ക് സങ്കടം വന്നു. അമ്മയ്ക്ക് പെട്ടെന്ന് എന്തോ വശം കരഞ്ഞു. അങ്ങനെയൊക്കെ അച്ഛൻ കണ്ട അച്ഛൻ കണ്ട് കാണും. അത് അച്ഛൻ സംസാരിക്കാറുണ്ടോ ഇതിനെ പറ്റിയിട്ട്? ഞാൻ അച്ഛനുമായിട്ട് ഞാൻ അതല്ല, ഞാൻ അമ്മയുമായിട്ട് ഭയങ്കര അച്ഛനായിട്ട് വലിയ കോണ്ടാക്ട് അല്ല, സംസാരിക്കും. അച്ഛൻ നല്ലൊരു മൂഡിലായിരിക്കുമ്പോൾ അച്ഛൻ സംസാരിക്കും. ആരോഗ്യത്തിനോ? ലൈക്ക് ഇതിപ്പം ഓടി നടന്ന് ചെയ്യുന്ന പണിയാണല്ലോ. നമുക്കാണെങ്കിൽ കണ്ടന്റ് മാത്രം ചെയ്താൽ മതി. പക്ഷെ വെഡിങ് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒക്കെ ചെയ്യുമ്പോൾ എല്ലാം കൊണ്ട് ചില ഫാമിലിയൊക്കെ നല്ല ഫാമിലി ആയിരിക്കും. ഞാൻ ഇടയ്ക്ക് റീസെൻ്റ്ലി കൊട്ടാരക്കര ഒരു വർക്കിന് പോയി. അവർ കാണുമായിരിക്കും, ഇത് കാണണമെങ്കിൽ അവർ പോയി. ആ ഫാമിലി, ആ ചേച്ചിയാണ് എന്നെ ഇത് വർക്ക് കണ്ട് നമ്മൾ ഇത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് എന്നെ വിളിച്ചതാണ്, വളകാപ്പ് എടുക്കാൻ വിളിച്ചതാണ്. ഞാൻ അവിടെ പോയി. എനിക്ക് എന്ന് പറഞ്ഞാൽ ആ ചേച്ചി എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും, വരുമോ പറ്റിക്കുമോ? കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ട്രിവാൻഡ്രം, ഒരു കൊട്ടാരക്കര. അപ്പോൾ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് നമുക്ക് പോകാതിരിക്കാം, ഒരു കോണ്ടാക്റ്റ് അവിടെ ഇല്ല. പക്ഷെ നമുക്കങ്ങനെ ചെയ്യാൻ തോന്നില്ല. ഞാൻ പറഞ്ഞതിലും വെച്ച് ആദ്യം ഞാൻ ഇവിടെ നിന്നാണ് വിചാരിച്ച് ഞാൻ ഒരു എമൗണ്ട് പറഞ്ഞു, പിന്നെയാണ് കൊട്ടാരക്കരയെന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് ഞാൻ എന്നിട്ട് അജിച്ചത് ഓപ്പണായിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ ഇവിടെ നിന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നൊരു എമൗണ്ട് പറഞ്ഞത്, ഇതിലും കൂടുതലാണ്. അതുമല്ല നല്ല ടൈറ്റ് ദിവസം ശ്രീശയന്തിരന്ന്, അന്ന് ഫോട്ടോഗ്രാഫേഴ്സിനെ കിട്ടാനില്ല. എന്നിട്ട് ഞാൻ ആ ചേച്ചി പറഞ്ഞു, എടാ എൻ്റെ ഇത്രയേ ഉള്ളൂ, ബഡ്ജറ്റ് ഇത്രയാണെന്ന്. ഞാൻ വന്നിട്ട് പോയി എടുത്തു കൊടുത്തു. ഞാൻ പോയി ഞെട്ടി. എന്നെ അവിടെ നിന്ന് ഒരാൾ ജയദേവാന്ന് വിളിച്ചതാണ്. പിന്നെ അവിടെ നിന്ന് പറഞ്ഞതെല്ലാം ജയദേവ് കഴിച്ചു. ജയദേവ് ഫോട്ടോയൊക്കെ പിന്നെ എടുക്കാൻ വന്ന് കഴിക്കുമെന്ന് പറയണത് നമുക്ക് അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ കണ്ണ് നിറയും. ഒരു പൊതി തന്നാണ് എൻ്റെ വിട്ടത്, അവിടുത്തെ അച്ചപ്പം, മുറുക്ക്, അത് ഇത്. ആ ഫോട്ടോയും കണ്ട് എല്ലാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നൂല് കെട്ട് ജയദേവിനെ ഫിക്സ് ചെയ്യുന്നത്. ചിലർ നമ്മൾ 4 മണിക്കൊക്കെ എണീറ്റ് പോവും. ചിലപ്പോൾ രാവിലത്തെ ഫുഡ് കഴിക്കില്ല. ഒരു ചായ കിട്ടിയാൽ ചിലർ ചായ തരും, ചിലത് കിട്ടിയാൽ കിട്ടി. ചിലത് തമിഴ്നാട് വർക്കിന് പോകുമ്പോൾ ഉച്ചയ്ക്ക് ഫുഡില്ല, മറന്നേക്കാം ഫുഡ്. അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുണ്ട്. നിൽക്കണം, നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ കൈ ഹൈറ്റ് ചെയ്ത് ഇങ്ങനെ എടുത്തെടുത്തോണ്ടിരിക്കണം. അതിന് ഒരു ചടങ്ങ് മിസ്സായാൽ പെട്ട്. കോണ്ടന്റ് ക്രിയേഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് വരുവാണല്ലോ. അപ്പം ഇനി ഫ്യൂച്ചറിലേക്ക് എന്ത് ചെയ്യാനാണ് ഇൻട്രസ്റ്റ്? അതൊരു ഹോബി ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ അതോ? എനിക്ക് ഈ സ്ട്രീറ്റ് വീഡിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, പലരും ഞാൻ കമൻറ്റ് ചെയ്യണമായിട്ടുണ്ട്, നമ്പർ ഒപ്പിക്കാനാണ്. നമുക്കതിൻ്റെ ആവശ്യമില്ല. വെഡ്ഡിങ് വർക്കിന് പോകുമ്പോൾ തന്നെ ഒരുപാട് പേര് ചോദിച്ചു തരും. ഫോട്ടോ എടുത്തിട്ട് ആദ്യം ചോദിക്കണം, ചേട്ടാ ഇതെങ്ങനെ കോപ്പി ചെയ്ത് തരും? അവിടെ നമുക്ക് നമ്പർ കിട്ടാതെ പറ്റാത്തതുകൊണ്ടാണ്, അക്കൗണ്ട് കിട്ടാത്തതുകൊണ്ടാണ്. കിട്ടും, ഒരുപാട് പേർക്ക് നമ്പരും കിട്ടും. ഇത് ഒരു ഫോട്ടോഗ്രാഫറും അങ്ങനെ എല്ലാ ഫോട്ടോഗ്രാഫറും ബാഡൊന്നൊന്നുമല്ല. ഇന്നിപ്പം ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർ കാണും. എനിക്കിഷ്ടമെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തു കൊടുത്തു, അവരുടെ ഒരു ഫാമിലി മെമ്പേഴ്സ് കണ്ടു, ആരെടുത്ത് തന്നു, ഇന്ന ചേട്ടൻ ആരെടുത്ത് തന്നു. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഈ സ്ട്രീറ്റ് വീഡിയോഗ്രാഫി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, വീഡിയോ എടുക്കാൻ ആഗ്രഹമുള്ള പലരും കാണും. ക്യാമറയിൽ വീഡിയോ എടുക്കാൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വീഡിയോ എടുക്കാം. അവരുടെ മുമ്പിൽ ഞാൻ എന്തായാലും എത്തിപ്പെട്ടാൽ അവർക്ക് നല്ല രീതിയിൽ എടുത്തു കൊടുക്കും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോഗ്രാഫി എന്നുള്ളത് എൻ്റെ ഐഡിയ അല്ല, എൻ്റെ മൈൻഡിൽ ഇതില്ല. എൻ്റെ മൈൻഡിലാന്ന് പറഞ്ഞാൽ കണ്ടൻറ്റ് ചെയ്യുക, ഹാഷറിനെ പോലെ നമ്മൾ കോമഡി കണ്ടന്റ്. ഞാൻ ഒരുപാട് ടിക്ടോക്ക് സമയത്ത് നമ്മൾ കണ്ട ടിക്ടോക്കിലെ വേറൊരു കണ്ണാപ്പിയാണോ? കണ്ണാപ്പി എന്നല്ല, നമ്മളെന്താ പറയാ, ചിരിപ്പിക്കുന്ന കണ്ടന്റ്. സത്യം പറഞ്ഞാൽ എല്ലാരും ഞാൻ പറഞ്ഞില്ലേ ടിക്ടോക്കിൽ നിന്നാണ് വെച്ചാൽ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് നമ്മളിലുള്ള കലാകാരനെ ഉണർത്തി തന്ന ഒരു പ്ലാറ്റ്ഫോം. കൊറോണ സമയത്ത് ഉമ്മാ ഇരിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ആ സമയത്തൊക്കെ വീഡിയോ ഇട്ട് കയറുമായിരുന്നു. ആ സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കുറേ ചിക്കൻ വാങ്ങും,
കൊണ്ടിട്ട് ബക്കറ്റിൽ വെക്കും, കത്തിക്കും, കരിക്കും, ചിക്കനൊക്കെ കരിക്കും, ബക്കറ്റ് ചിക്കൻ. അതൊക്കെയായിരുന്നു നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത്. ആ സമയത്താണ് നമ്മൾ സോഷ്യൽ മീഡിയ ആദ്യം തുടങ്ങിയത് ടിക്ടോക്കിലാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മൾ ആ സമയത്തുള്ള ആ ഒരു ഇത്. അപ്പോഴൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ടിക്ടോക്കിൽ മറ്റേ ശ്രീനിവാസന്റെ നമ്മുടെ പച്ചാളം ഭാസികളുള്ള സിനിമ എന്തൊക്കെയുണ്ടടാ വിശേഷം, മറ്റേ ആ സ്വിമ്മിംഗ് പൂളിൽ കിടന്നിട്ടുള്ളത്. ഞാനൊരു വാഴത്തണ്ടൊക്കെ വെച്ച് തോട്ടിൽ വാഴത്തണ്ട് വെച്ചിട്ട് ഞാൻ ഡ്രസ് ഇടാതെ നിക്കർ മാത്രം ഇട്ടിട്ട് കരിയിലയൊക്കെ വെച്ചിട്ട് അതായത് ഒരു തോട്ട സൈഡിൽ ഒരു കീലിടുന്ന പാട്ടൊക്കെ നിങ്ങളായിരുന്നു അത്. പക്ഷെ വീട് വൈറലായി. കഴുത്തിന്മേൽ വെള്ളമായിട്ട് കറുത്ത കണ്ണാടിയൊക്കെ ചൊരുത്ത ഫോൺ കൊണ്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും. വാഴത്തണ്ട് വെച്ച് ഒരുപാട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. ആ വാളയാർ പരമശിവം ഞാൻ ചെയ്തിട്ടുണ്ട്. ജോറിക്ക് വരെ സൈക്കിളായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ കണ്ടന്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വേണ്ടി പയ്യന്മാരൊരു പേജ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് എൻ്റെ പേര് കേട്ടാ ഞെട്ടും കേട്ടോ. ഇക്രു മിസ്റ്റർ ഇക്രു ഞാനാണ് എൻ്റെ ഇത് ടിക്ടോക്ക് നെയിം ഇക്രു എന്നായിരുന്നു. അങ്ങനെ എന്നെ കളിയാക്കാൻ വേണ്ടി ഒരു ട്രോൾ ഗ്രൂപ്പ് ഇക്രു ഫാൻസ് ക്ലബ് എന്ന് പറഞ്ഞു. എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അതിലിട്ടും സ്റ്റിക്കർ അങ്ങനെ ഇട്ടിട്ട് വന്നിട്ടാണ് ഞാൻ കണ്ടന്റ് ചെയ്തു തുടങ്ങി. ഹാഷർ ചെയ്യണമല്ലോ കണ്ടന്റ്. ആ സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു, ഹാഷർ അല്ലായിരുന്നു. അല്ലല്ല, ടിക്ടോക്ക് മാറി ഇൻസ്റ്റയിലോട്ട് വന്നപ്പോൾ കണ്ടന്റും ഇതായി ഇമ്പോർട്ടൻസ് കണ്ടന്റിന് കൊടുത്തു എല്ലാവരും. ആ സമയത്താണ് ഞാൻ കണ്ടന്റ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ജിഷ്ണു എന്ന് പറഞ്ഞാൽ, അവൻ വേറെ ടൈപ്പ്, ഞാൻ വേറെ ടൈപ്പ്. അങ്ങനെ ഞാൻ ഇത് അങ്ങനെ ചെയ്ത് എൻ്റെ ചേട്ടൻ ഞാൻ. ആ സമയത്ത് എനിക്കിപ്പോഴും എൻ്റെ ഫസ്റ്റ് വൈറൽ വീഡിയോ ഗ്രീഷ്മ മറ്റേ നമ്മുടെ ജ്യൂസ് കഷായം, അതാണ് എൻ്റെ ഫസ്റ്റ് വൈറൽ വീഡിയോ. എൻ്റെ ഫസ്റ്റ് വൈറൽ വീഡിയോ വേറെ ഒന്നുമില്ല. എൻ്റെ കണ്ടന്റ് എന്താ സംസാരിക്കുന്നില്ല, മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിട്ട് അങ്ങനെയായിരുന്നു. ആ സമയത്ത് ട്രെൻഡിങ് ഇത് നമ്മളെ കിച്ചു ആയിരുന്നു, മിസ്റ്റർ കിച്ചു. അപ്പോൾ അവൻ്റെ ഇതാണ് ഞാൻ പാറ്റേൺ ഫോളോ ചെയ്തത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് നമ്മൾ അഭിനയിച്ച് കാണിക്കണം, നമ്മൾ എക്സ്പ്രഷനിലൂടെ ഇത് കഥ മനസ്സിലാക്കണം. അങ്ങനെ സംഭവം ഞാൻ ഇങ്ങനെ ജ്യൂസ് വാങ്ങിച്ചുകൊണ്ട് വരുന്നു, ഇത് റൂമിൽ വെക്കുന്നു. അപ്പം ഇത് കാണുന്നു, ഞാൻ തലയിറങ്ങി വീഴുന്നു. ചുമ്മാ ചെയ്ത സാധനം ഒന്നും. ആ സമയത്താണ് കീർത്തന ചേച്ചി എനിക്ക് കമൻറ്റ് ഇട്ടത്. കീർത്തന ചേച്ചിയിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് കമൻറ്റ് ഇട്ട് അങ്ങനെ കമ്പനിയായി, അവരുമായിട്ടൊക്കെ കമ്പനിയായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കണ്ടന്റ് നിർത്തി. എനിക്ക് ആക്ഷൻ ബ്ലോക്ക് എന്തോ എൻ്റെ അക്കൗണ്ട് പണി കിട്ടി. അങ്ങനെ പുതിയ ഇത് തുടങ്ങി. പുതിയ കണ്ടന്റ് ഇട്ടിട്ട് വന്നിട്ട് പകുതി ആയപ്പോഴാണ് ഇങ്ങനെ യൂജിൻ ചേട്ടനും BG പ്രാങ്സ്റ്റർ അവർ പറഞ്ഞ സ്ട്രീറ്റ് വീഡിയോഗ്രാഫി തുടങ്ങി. ആരുമില്ല. പക്ഷേ ആക്ഷൻ ബ്ലോക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് ലെവൽ എത്തിയല്ലേ. സംസാരിക്കുമ്പോ അതിലേക്ക് പോകാനുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടോ? ഇല്ല, ഇത് മിസ്റ്റർ ഇക്രുവിലോട്ട് പോകാൻ ആരെയാണ് ഏറ്റവും കൂടുതൽ എടുക്കാൻ ഇഷ്ടം? ക്യാമറയിൽ ഏറ്റവും നല്ലത്? ക്യാമറയിൽ അവളുടെ ചിത്രങ്ങളാണ് പറഞ്ഞെന്ന് പറയില്ല. അതുപോലെ നിനക്ക് എന്താണ് ഇപ്പൊ കോള് വരും, ഇപ്പൊ നോക്കിയോ 5 രൂപ വയ്ക്കില്ല. റീസെന്റ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അവളെയാണ് എനിക്ക് എടുക്കാൻ ഇഷ്ടമായിട്ട്. ഇപ്പൊ റീസെന്റ് ശരി നല്ല ഫ്രെയിം, നല്ല രസമാണ് അവൾ, നല്ല രസമാണ് കാണാൻ, നല്ല കണ്ണ്, ഭയങ്കര രസമാണ് അവൾ. ചില ഹെയർ സ്റ്റൈലൊക്കെ കിട്ടിയ നല്ല രസമാണ്. അങ്ങനെ അതിന് മുമ്പേ വരെ നല്ല രീതിയിൽ ഫ്രെയിം ശരണ്യ എവിടെ ഫ്രെയിം വെച്ചാലും നല്ല രസമാണ്, ബ്യൂട്ടിയാണ്. പിന്നെ ഞാനും അല്ല 7 കട്ട് ഞാൻ കൊണ്ടെടുപ്പിക്കുന്നത്. ശരണ്യ ഒറ്റ ടേക്ക്, ചിലപ്പോൾ അവളെ എക്സ്പീരിയൻസ് അത്. പിന്നെ എവിടെ വെച്ചാലും നല്ല രസമാണ് ശരണ്യ കാണാൻ. അവളുടെ ആ ഒരു സ്കിൻ ടോണും എന്ന് പറഞ്ഞാൽ അവൾക്ക് നാച്ചുറൽ സ്കിൻ ടോൺ, അങ്ങനെ മേക്കപ്പിൻ്റെ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ചിലരെയൊക്കെ എനിക്ക് എടുക്കാൻ, ചിലരെ നമ്മൾ എടുത്തു പോകുമ്പോൾ എടുത്തെടുത്ത് തീരാതെ മതിയാവില്ല, നമുക്ക് എടുത്തെടുത്ത് മതിയാവില്ല. ചില ആളെ ആ കണ്ണായിരിക്കും. ശരണ്യക്ക് നല്ല ചിരിയുണ്ട്. ജയദേവിന് ആസ് എ ഫോട്ടോഗ്രാഫർ ഏത് കണ്ണാണോ, മൂക്കാണോ, ലിപ്സ് ആണോ, എന്താണ് എന്റെടാ ചിരി? ചിലര് പല്ല് തള്ളലുണ്ട്, അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് ചിരിക്കുക. അതൊക്കെ തോന്നലാണ്. നമ്മൾ അത് കയ്യിൽ നിന്ന് ഇടുമ്പോഴാണ് അവർക്ക് അവർ തോന്നണേ. നമ്മൾ നാച്ചുറലി ചിരിക്കുമ്പോൾ നല്ല രസം. ഞാൻ അതുകൊണ്ട് അവരുടെ സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ഞാൻ പറയും, ഞാൻ ഇവിടെ നിൽക്കുന്നതേ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ എന്താണോ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. കാൻഡിഡാണ് ഇഷ്ടം. ജയദേവിന് ഒരു ഐഡന്റിറ്റി വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ആൾക്കാർ വന്ന് പറയുമോ
ജയദേവ് എടുത്ത ഫോട്ടോസ് ആണെന്ന് മനസ്സിലായി, ഈ വീഡിയോ ജയദേവ് എടുത്താന്ന് മനസ്സിലായി. അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മയടുത്ത് ഞാൻ അത് കേട്ടപ്പോൾ ഞെട്ടി. എൻ്റെ അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ട്, എടാ നീ എടുത്ത ഫോട്ടോ ഇങ്ങനെ കൊള്ളാമെന്നൊക്കെ പറയാനായിട്ട്. ബിക്കോസ് അബി എപ്പോഴും പറയും വേറെ ആരെടുത്താലും ജയദേവ് എടുത്താലേ എനിക്ക് അത് കറക്റ്റ് ആവത്തുള്ളൂ, എനിക്ക് അത് നമ്മുടെ ആ ഒരു കോംബോ. അപ്പൊ അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പം നമ്മളിപ്പോൾ ഒരു കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, ഇപ്പോൾ കീർത്തന ചേച്ചിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, കീർത്തന ചേച്ചിക്ക് ഒരു മെയിൻ ഒരു ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് അതൊരു കംഫർട്ടാണ്. ഇപ്പം ചേച്ചി പറയാതെ തന്നെ അവനവിടെ ഫ്രെയിം വെക്കാതെ, അപ്പം അബി പറയാതെ തന്നെ ഞാൻ ഫ്രെയിം വെക്കും. ഇപ്പം ഞാൻ എന്താണ് എടുക്കണം എന്ന് അബിക്കറിയാം. അത് ഞാൻ ഇപ്പോൾ ഓന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഒബ്ജക്ഷൻ പറയില്ല. അത് തന്നെ. അപ്പം അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് വേണം. അല്ല ഇതിപ്പോ നമുക്ക് ഇപ്പൊ ഇവൻ എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് വേറൊരാളായിട്ട് അത് ഭയങ്കര എന്ത് ചിന്തിക്കും. ഇപ്പൊ ഇവൻ 2 ടേക്കില് ഉഴപ്പി, അപ്പൊ ഇവന് തോന്നും ഇപ്പൊ അവൻ എന്ത് വിചാരിക്കും, ക്യാമറമാൻ എന്ത് വിചാരിക്കും. ഇതിപ്പോ അവനറിയാം എനിക്ക് അവ തെറ്റിയാലും ഒന്നുമില്ല, അവ എത്ര പറഞ്ഞാലും ഞാൻ എടുത്തു തരും. നമ്മൾ മെനിയാന്ന് ഒരു ഷൂട്ട് എടുത്ത് എത്ര ഞാൻ നോക്കിയത് ടേക്ക് ഞാൻ അഭിനയിച്ചു തുടങ്ങി. ഇവൻ ക്യാമറ ഓഫ് ചെയ്ത് ഇങ്ങനെ ഞാൻ എന്തിനാ എടുക്കാത്ത, അല്ല നീ ശരിയായിട്ട് എടുക്കാത്ത, ഞാൻ കറക്റ്റ് അത് ചെയ്ത്. ഞാൻ അപ്പൊ ചോദിക്കുകയും ചെയ്തു എന്തിനാണ് എടുക്കാത്തതെന്ന് ചോദിച്ചു. ഫൈനൽ ക്വസ്റ്റ്യൻ, ഈ സ്ഥലം കണ്ടിട്ട് എവിടെയൊക്കെ ഫ്രെയിം വെക്കാൻ തോന്നുന്നുണ്ട്? ഈ സ്ഥലം കണ്ടിട്ട് ഞാൻ ഇവിടെ ഓൾറെഡി ഫ്രെയിം വെച്ചിട്ടുണ്ട്, ആ സൈഡിലുണ്ട്, ഇവിടെയുണ്ട്. ഇതൊക്കെ ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മളന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഈ സ്ഥലത്തിനെ പറ്റിയായിരുന്നു ചർച്ച. ഒരു ഫ്രെയിം വെക്കുവോ? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം ഇടാൻ വേണ്ടിട്ട് ഫ്രെയിം വെക്കോ? ലാൻഡ്സ്കേപ്പിൽ തന്നെ ഞാൻ വെച്ച് തരാം. വീഡിയോ ലാൻഡ്സ്കേപ്പിൽ തന്നെ ഫ്രെയിം വെച്ച് തരാം. ശരി, നിന്റെ ആ ഫ്രെയിമിലായിരിക്കും നമ്മള് ഫസ്റ്റ് ഇൻട്രോ കഴിഞ്ഞിട്ട് നമ്മളെ ആ ഒരു ഇൻട്രോയ്ക്കുള്ള ഫ്രെയിം ഞാനായിരിക്കും എടുത്തത്. അതായിരിക്കും നമ്മളെ നിന്റെ ലഭിക്കണം. അതായത് നമ്മളിപ്പോ ഇൻട്രോ കഴിഞ്ഞപ്പോ നമ്മൾ ഒരു ഗസ്റ്റിന് ഇൻട്രോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതിൽ നമ്മളെ നൈറ്റ് ടോക്കീസ് അതായത് ആ ഒരു ഫ്രെയിമിനകത്ത് നമ്മൾ എഴുതി. ഓക്കെ, അപ്പം ഇന്നത്തെ ഗസ്റ്റായി വന്ന ജയദേവിനോട് വളരെയധികം നന്ദി. നമ്മുടെ സെറ്റിങ്ങൊക്കെ സെറ്റ് ചെയ്ത് വന്നതിന് ഗസ്റ്റായി വിളിച്ച് പണി എടുപ്പിച്ചിട്ടാണ് വിടുന്നത്. ക്യാമറമാൻ എന്നുള്ള ഇതില് ചെയ്യേണ്ടതിന്റെ ബാധ്യത അതെന്റെ. പോഡ്കാസ്റ്റ് ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പം നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്ന ജയദേവിന് ഒരുപാട് താങ്ക്സ് നൈറ്റ് ടോക്കീസിന്റെ വക. അപ്പം അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.